Okay, hello and welcome to One Ace Academy. So, 29th July 2025, Hindu newspaper വന്നിട്ടുള്ള important articles ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So, first article from the editorial page, Justice on Halt, India's courts are clogged. So, UPSC perspective, prelims governance and mains GS paper 2, structure, organization, functioning of judiciary, issues and reforms in administration of justice. അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്? ജസ്റ്റിസ് ഓൺ ഹോൾഡ്, ഇന്ത്യൻ കോർട്സ് ആർ ക്ലോഗ്ഡ്. സോ ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യൻ കോർട്സിൽ ഒരുപാട് കേസുകൾ പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ കേസുകൾ റിസോൾവ് ചെയ്യുന്ന ഡിലേനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡാറ്റാസുകൾ തന്നിട്ടുണ്ട്. Over 5 crore cases are pending in Indian courts. Currently, Indian കോർട്സുകളിൽ 5 കോടി കേസുകളാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അതിൽ തന്നെ സുപ്രീം കോടതിയിൽ നോക്കുകയാണെങ്കിൽ 86,700 കേസുകളാണ് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ ഹൈക്കോടതികളിൽ 63.3 lakhs കേസുകളാണ് ഹൈക്കോടതികളിൽ പെൻഡിങ് ആയിട്ടുള്ളത്. 4.6 crore കേസസ് ആർ പെൻഡിങ് ഇൻ ഡിസ്ട്രിക്ട് ആൻഡ് സബോർഡിനേറ്റ് മുനിസിപ്പൽ കോർട്സ്. അപ്പം പ്രസിഡന്റ് ദ്രൗപദി മുർമു ഓൾറെഡി നമ്മുടെ എന്താണ് കേസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ പബ്ലിക് അസിസ്റ്റേഷന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്രോച്ചിങ് കോർട്സ് ആർ ബ്ലാക്ക് കോർട്ട് സിൻഡ്രോം. 2024 നടത്തിയിരിക്കുന്ന ഒരു പരാമർശമായിരുന്നു കോർട്സ്, ഇന്ത്യൻ കോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലാക്ക് കോർട്ട് സിൻഡ്രോം ആണ്. ദാറ്റ് മീൻസ് കേസുകളൊന്നും റിസോൾവ് ആവുന്നില്ല, പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജുഡീഷ്യറി എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ ഫയൽ ചെയ്തില്ല, കേസുകൾ ഫില്ല് ചെയ്ത് തീർക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് മേജർ ആയിട്ടുള്ള ബോട്ടിൽ നെക്സ്, ദാറ്റ് മീൻസ് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ്, എന്തുകൊണ്ടാണ് കോടതികൾക്ക് കേസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻസഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്റ്റാഫ് ഇൻ കോർട്സ്. അപ്പം കോടതികൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ് നമ്പേഴ്സുമാണ് കോടതികൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കേസ് പെൻഡിങ്ങുകൾ വളരെ കൂടുതലാണ്. കോംപ്ലക്സ് ഫാക്ട്സ് ആൻഡ് എവിഡൻസ് മേക്ക് കേസ് ലോങ്. മോറോവർ, നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കേസുകളാണ്. അപ്പോൾ ഒരു കോർട്ടിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കേസുകളാണ് വരുന്നത്. അപ്പം ഈ കേസുകളുടെ പ്രൊസീജിയേഴ്സ്, ദാറ്റ് മീൻസ് ഒരു കേസ് എങ്ങനെ റിസോൾവ് ചെയ്യണം എന്നുള്ള പ്രോപ്പർ പ്രൊസീജിയേഴ്സ് നമ്മുടെ കോടതികളിലില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സിറ്റി നിറഞ്ഞിരിക്കുന്നതായിരിക്കും ഓരോ കേസുകളും. അതുപോലെ തന്നെ എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എവിഡൻസുകൾ, മേ ബി ലാക്ക് ഓഫ് എവിഡൻസുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കേസുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തതും ഡിലേ ആവുന്നതിൻ്റെയും കാരണം ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ്. നോ മാൻഡേറ്ററി ടൈം ലൈൻസ് ഫോർ മെനി കേസ് ടൈപ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസുകൾ, ദാറ്റ് മീൻസ് ഈ ടൈപ്പ് ഓഫ് കേസുകൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഏത് രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഗൈഡ് ലൈൻസ് നൽകിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്രിമിനൽ കേസ് എടുക്കാം. സോ സെയിം ക്രിമിനൽ കേസ് തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്രിമിനൽ കേസുകൾ നമുക്ക് കാണാറുണ്ട്, അല്ലെ? അപ്പം എല്ലാ ക്രിമിനൽ കേസിനും ഒരേ ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ല ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ കേസുകളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അത് ഏത് രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഗൈഡ് ലൈൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോടതി തന്നെ എമുലേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ മാൻഡേറ്ററി ഗൈഡ് ലൈൻസുകളാണ് അവർ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കേസുകൾ പെൻഡിങ് ആണ് സാധ്യതകളും കൂടുതലാണ്. ദെൻ ഫ്രീക്വന്റ് അഡ്ജേൺമെന്റ്സ്. കോർട്ടിൽ പലപ്പോഴും കാണാൻ പറ്റും കേസുകൾ നീട്ടിവെക്കുന്നതോ അല്ലെങ്കിൽ കോടതി അഡ്ജേൺമെന്റ് കഴിഞ്ഞാൽ കുറച്ചൊരു ഡിലേ അല്ലെങ്കിൽ ഗ്യാപ്പ് എടുക്കണം, ലീവ് എടുക്കുന്ന രീതിയിലാണ് കോർട്ട് അഡ്ജേൺമെന്റ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വീണ്ടും കേസുകൾ പെൻഡിങ് ആണുള്ളൊരു കാരണമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോർട്ടുകളിൽ കേസുകൾ പെൻഡിങ് ആണുള്ള കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, വീക്ക് മോണിറ്ററിംഗ് ആൻഡ് കേസ് ട്രാക്കിംഗ് സിസ്റ്റം. അപ്പൊ നിലവിലുള്ള കേസുകളുടെ മോണിറ്ററിംഗ്, ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഒരു കേസ് കോർട്ടിലേക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതെങ്ങനെയാണ് അതിന്റെ ട്രാക്കിംഗ് എന്നുള്ള തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാത്തതും കേസുകൾ പെൻഡിങ് ആവുന്ന കാരണമാണ്. സോ നിലവിൽ ഇന്ത്യൻ കോർട്ടുകളുടെ ഡിസ്പോസൽ റേറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസസ് ആർ റിസോൾവ്ഡ് ഫാസ്റ്റർ ദൻ സിവിൽ കേസസ്. അതായത് ഇന്ത്യൻ കോർട്ടുകളിൽ ക്രിമിനൽ കേസുകളാണ് വളരെ പെട്ടെന്ന് തന്നെ റിസോൾവ് ചെയ്യുന്നത്. അതായത് സിവിൽ കേസുകൾ ഇന്ത്യൻ കോടതികളിൽ പെൻഡിങ് ആണ്. അപ്പോൾ ഹൈക്കോടതിയിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തിനിടയിൽ 85.3 കേസുകളാണ് ഹൈക്കോടതി റിസോൾവ് ചെയ്യുന്നത്. സെയിം കൈൻഡ് സുപ്രീം കോടതി നോക്കുകയാണെങ്കിൽ 79.5% ആണ് വിത്തിൻ 1 year കേസുകൾ റിസോൾവ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് കോർട്ടിലാട്ടെ 70.6% വിത്തിൻ 1 year.
ഇത് ക്രിമിനൽ കേസുകളുടെ ഒരു കണക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു എന്താണ് ഡാറ്റാസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത്രത്തോളം അളവുകളിൽ ക്രിമിനൽ കേസുകൾ വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ 1 ഇയർ റിസോൾവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് സിവിൽ കേസസ് ഡിസ്ട്രിക്ട് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 38.7% റിസോൾവ് ഇൻ വിത്തിൻ 1 ഇയർ. അതായത് നമ്മളൊരു കേസ് ഫയൽ ചെയ്തതിന് ശേഷം വിത്തിൻ 1 ഇയർ അത് റിസോൾവ് ചെയ്യുന്നതിന്റെ കണക്ക് എന്ന് പറയുന്നത് 38.7% ആണ്. ചില കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 20% കേസുകൾ കണക്കുകൾ പറഞ്ഞിട്ടുള്ളത് 5 വർഷത്തിന് മുകളിലേക്ക് പോവാറുണ്ട്. ടേക്ക് ഓവർ 5 ഇയേഴ്സ് ഷോ സീരിയസ് ഡിലേസ് ഫോർ മോസ്റ്റ് ലിറ്റിഗൻസ്. അതായത് നമ്മളൊരു കംപ്ലൈന്റ്, ഒരു സിവിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അതിന്റെ ഒരു ജഡ്ജ്മെന്റ് വരുന്നതിന് വേണ്ടിയിട്ട് മേ ബി ഒരു 5 ഇയേഴ്സ് ഓർ എബോവ് എടുക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. അതിലൊരു 38% മാത്രമാണ് വിത്തിൻ 1 ഇയർ അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തേക്ക് വരുന്നത്. ഇനി ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്, ഇൻസഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്റ്റാഫ് ഇൻ കോർട്സ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ സ്ട്രെങ്ത് ആൻഡ് പോപ്പുലേഷൻ. അപ്പം നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പോപ്പുലേഷൻ റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവരുടെ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലത്തെ കണ്ടീഷൻസിൽ ഇന്ത്യയിൽ ഏകദേശം ജുഡീഷ്യറി ഓപ്പറേറ്റ്സ് അറ്റ് 79% കപ്പാസിറ്റി, അതായത് 100% കപ്പാസിറ്റിയിലല്ല നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ജുഡീഷ്യൽ സ്ട്രെങ്ത്, ദാറ്റ് മീൻസ് 100 പേര് വേണ്ട ഒരു സ്ഥലത്ത് 79 പേരാണ് നിലവിൽ ഇന്ത്യൻ കോടതികളിൽ ജഡ്ജസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫുകളായിട്ടോ വർക്ക് ചെയ്യുന്നത്. നിലവിൽ തന്നെ ഏകദേശം 5,665 പോസ്റ്റ് വേക്കൻറ്റ് ഔട്ട് ഓഫ് 26,000, അതായത് ഏകദേശം 26,000 പോസ്റ്റുകൾ സാങ്ഷൻ ചെയ്തതിൽ നിന്ന് 5,600ഓളം പോസ്റ്റുകൾ നിലവിൽ വേക്കന്റ് ആണ്. ഡിസ്ട്രിക്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,700 ജഡ്ജസുകളാണ് ഉള്ളത്. അതായത് നമ്മളിതിന്റെ ജഡ്ജസ് ആൻഡ് പോപ്പുലേഷൻ റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏതൊരു ഒഫീഷ്യൽസിനെ നോക്കുന്നത് പോപ്പുലേഷൻ റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ജഡ്ജസ് ആൻഡ് പോപ്പുലേഷൻ റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം പോപ്പുലേഷൻ, 10 ലക്ഷം ആളുകൾക്ക് 15 പേർ എന്ന ലെവലിലാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് 10 ലക്ഷം ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ 15 ജഡ്ജസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈവൻ നമ്മുടെ എല്ലാ പൊസിഷൻസും ഓൾറെഡി നമ്മൾ പറഞ്ഞു 79% ആണ് കപ്പാസിറ്റി. അപ്പൊ കംപ്ലീറ്റ് പേഴ്സൺ, അതായത് 100%ഓളം നമ്മൾ ആളുകൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്താൽ ജഡ്ജസുകൾ വന്നാൽ പോലും 10 ലക്ഷം ആളുകൾക്ക് വെറും 19 ജഡ്ജസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലോ കമ്മീഷൻ 1987 റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 ലക്ഷം ആളുകൾക്ക് 50 ജഡ്ജസ് എങ്കിലും മിനിമം ആവശ്യമായിട്ടുണ്ട്. സോ ഈ 50 ജഡ്ജസ് ആവശ്യമായിട്ടുള്ളിടത്ത് ഇവൻ നമ്മുടെ സീറ്റുകൾ കംപ്ലീറ്റ്ലി ഫില്ലായാൽ പോലും പറയുന്നത് എത്രയാണ്? 19 ജഡ്ജസ് മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റീവ് എന്താണ്? അപ്പൊ കേസുകൾ ഇങ്ങനെ പെൻഡിങ് ആകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തണം. സത്യത്തിൽ ഓൾട്ടർനേറ്റീവ്സ് ആണ് മീഡിയേഷൻ, ആർബിട്രേഷൻ ആൻഡ് ലോക് അദാലത്സ്. ഇപ്പൊ ലോക് അദാലത്സ് എക്സ്ട്രാ ജുഡീഷ്യൽ മാറ്റേഴ്സ്, അതായത് എക്സ്ട്രാ ജുഡീഷ്യറി ആണെന്ന് പറയാം. അതായത് ജുഡീഷ്യറി പവേഴ്സ് ഉണ്ടായിരിക്കും, ബട്ട് ഇതിന്റെ ജഡ്ജ്മെന്റ് മേ ബി കമ്പൽസറി ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി അത് അക്നോളജ് ചെയ്യേണ്ടതായിരിക്കാം, മേ ബി അക്നോളജ് ചെയ്യേണ്ടതല്ലാത്തതായിരിക്കാം. ദാറ്റ് മീൻസ് അവരുടെ ജഡ്ജ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ അപ്പീൽ പോവാം. സോ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്സ്ട്രാ ജുഡീഷ്യൽ കോർട്സുകളാണ് ഈ മീഡിയേഷൻ, ആർബിട്രേഷൻ ആൻഡ് ലോക് അദാലത്ത് പോലെയുള്ളത്. ഇത് പലപ്പോഴും പല കേസുകളും സിവിൽ കേസുകൾ, മെജോറിറ്റി ഓഫ് സിവിൽ കേസുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നാഷണൽ ലോക് അദാലത്ത് ഹെൽപ്പ് ടുഗദർ അറ്റ് ഓൾ ലെവൽസ് റിസോൾവ്ഡ്. ഏകദേശം 27.5 crore കേസുകളാണ് 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ലോക് അദാലത്തുകളും നിലവിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സിവിൽ കേസുകളുടെ എണ്ണം. ഇൻക്ലൂഡ്സ് 22.21 crore പ്രീ ലിറ്റിഗേഷൻ പ്ലസ് 5.34 crore പെൻഡിങ് ഇൻ കോർട്സ്. അതായത് ഇപ്പം നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നേരിട്ട് കോടതിയിലേക്ക് ആയിരിക്കില്ല, അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ലോക് അദാലത്തിനെ സമീപിക്കാം, എക്സ്ട്രാ ജുഡീഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ ലോക് അദാലത്തിലേക്ക് അത് പ്രീ ലിറ്റിഗേഷൻ, അതായത് നമ്മുടെ ഒരു കേസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ, കോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ലോക് അദാലത്ത് വഴി ഏകദേശം നമുക്ക് 22.21 crores കേസുകൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് ലോക് അദാലത്തിൽ. ഈ ലോക് അദാലത്തിന് ശേഷം മാത്രമാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? കോർട്ടുകളിലേക്ക് പോകുന്നത്. സോ ലോക് അദാലത്തിന് ശേഷം അവിടുന്ന് റിസോൾവ് ആയിട്ടില്ല, ഒരു കേസ് ഞാൻ കൊടുത്തു, ലോക് അദാലത്തിൽ കൊടുത്താൽ റിസോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് പോകുന്നത് എവിടത്തേക്കാണ്? കോർട്ടിലേക്കാണ്.
സോ അങ്ങനെ കോടതിയിലേക്ക് പോയിട്ടുള്ളത് ഏകദേശം 5.34 crore കേസുകൾ മാത്രമാണ്. അപ്പോൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് കേസസ് ലിറ്റിഗേഷന് മുന്നേ തന്നെ, കേസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ലോക് അദാലത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ മെഡിക്കൽ ബൗണ്ടറീസ് ഫോർ ആയുഷ് പ്രാക്ടീഷണേഴ്സ്, GS പേപ്പർ 2 മെയിൻസ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ ഹെൽത്ത്. സോ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത് ആയുഷ്, ആയുർവേദ, യുനാനി തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആയുഷ് ഡോക്ടേഴ്സ് എന്നല്ല, ആയുഷ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആയുഷ് പ്രാക്ടീഷണേഴ്സ് ബേസിക്കലി നമ്മൾ BAMS എന്നൊക്കെ പറയും. ഓക്കെ, സോ ഈ BAMS ഡോക്ടേഴ്സ് അലോപ്പതിക് മെഡിസിൻസുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അതുപോലെ തന്നെ സർജറി പോലുള്ള കാര്യങ്ങളിൽ ഇവരുടെ പങ്കാളിത്തം കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ഇവര് മെഡിക്കലി ക്വാളിഫൈഡ് അല്ല, പൂർണ്ണമായിട്ടും ഇവർ സർജറിക്കൊന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല. ഈ ഒരു കാര്യമായിട്ട് ഡിബേറ്റ് ആണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർ കമ്മിറ്റി 1946 ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അവർ പറഞ്ഞിരിക്കുന്നാലും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ സിസ്റ്റം, നമ്മുടെ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണ് ഇന്ത്യൻ മെഡിസിൻ സിസ്റ്റമാണ്. അപ്പോൾ ട്രഡീഷണൽ ഇന്ത്യൻ മെഡിസിനോടുള്ള ഇൻട്രസ്റ്റ് വളരെ കുറവായിരുന്നു നമ്മുടെ ബോർ കമ്മിറ്റി. 1946 ബോർ കമ്മിറ്റി റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഈ എന്താണ് ആയുർവേദ ഡോക്ടേഴ്സിനൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവർ ഒരു MBBS ഡോക്ടറെ പോലെ ആക്ട് ചെയ്യാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റമാണ്, അത്ര ആക്റ്റീവായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. Protest led to Committee on Indigenous System of Medicine 1948 which used nationalist arguments favors of Ayurveda. അപ്പം ബോർ കമ്മിറ്റി ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റത്തിനെ ഏകദേശം താഴ്ത്തിക്കെട്ടിയ സമയത്ത് അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ, കമ്മിറ്റി ഓൺ ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ 1948 ഇന്ത്യയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. ആ പ്രൊട്ടസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു അഭിമാനമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ തരം താഴ്ത്തി അലോപ്പതിയെ കുറച്ച് മുകളിലേക്ക് ഉയർത്തി കാഴ്ത്തിയിട്ടുള്ളത് എന്നുള്ള ബോർ കമ്മിറ്റിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുശേഷം നമ്മുടെ ഗവൺമെന്റ് 1970 ഒരു ആക്ട് കൊണ്ടുവന്നു, ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ ആക്ട്. അത് നമ്മുടെ ആയുർവേദ, സിദ്ധ, യുനാനി തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതിന്റെ ആക്ടിവിറ്റീസുകളും അതിന്റെ പ്രാക്ടീസും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു ആക്ട് 1917 ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 2020 ഈ ഒരു നിയമം വീണ്ടും റീപ്ലേസ് ചെയ്തു. നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആക്ട് 2020 ഈ ഒരു ആക്ട് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1970 ഇറക്കിയിരിക്കുന്ന ഈ നിയമത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ, യുനാനി തുടങ്ങിയിരിക്കുന്ന സിദ്ധൌഷധങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു വില കുറക്കുക എന്നായിരുന്നു. പക്ഷേ 2020 മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ ആയുർവേദിക് സിസ്റ്റത്തിന്റെ എന്താണ് അവര് ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായത്. അതാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആക്ട് 2020 പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള 1917 ആ ആക്ട് അവർ റദ്ദാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി എന്താണ് ആയുഷ് സിസ്റ്റം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, മെഡിക്കൽ പ്രാക്ടീസ് എങ്ങനെയാണ്. ആയുഷ് കരിക്കുലം കവേഴ്സ് ബോത്ത് ട്രഡീഷണൽ ഐഡിയാസ്, ദോഷാസ്, പ്രകൃതി, ആത്മാസ് ആൻഡ് മോഡേൺ മെഡിസിൻ സിസ്റ്റം, അനോട്ടമി ആൻഡ് ഫിസിയോളജി. അപ്പോൾ ആയുഷ് കരിക്കുലം നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്താണ്, ദോഷാസ്, അതുപോലെ തന്നെ പ്രകൃതി ആൻഡ് ആത്മ. സോ ഈ 3 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ സെയിം കൈൻഡ് ഓഫ് ഐഡിയോളജിയാണ് നമ്മുടെ മോഡേൺ മെഡിക്കൽ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അനോട്ടമി ആൻഡ് ഫിസിയോളജി ഈ സെയിം, അപ്പോൾ ആത്മ എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിയോളജിയിലേക്ക് എടുക്കാം. അപ്പോൾ സെയിം കൈൻഡ് ഓഫ് ഐഡിയോളജിയാണ് നമ്മുടെ മോഡേൺ മെഡിക്കൽ സയൻസിലും ഉപയോഗിക്കുന്നത്. ആയുർവേദാസ് തിയറീസ് ഓഫ് ത്രിദോഷ മീൻസ് ദോഷ ഇംബാലൻസസ് കോസ് ഡിസീസ്. അപ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇംബാലൻസുകളാണ് നമ്മുടെ ഡിസീസുകൾക്ക് അല്ലെങ്കിൽ രോഗങ്ങൾക്ക് കാരണമാവുന്നത്. അപ്പോൾ അവർ ത്രിദോഷ എന്ന് പറഞ്ഞ തിയറിയാണ് ആയുർവേദത്തിലേക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ ഫണ്ടമെന്റലി ഡിഫറെന്റ് ഫ്രം ദ ജേം തിയറി ഓഫ് ഡിസീസ് യൂസ്ഡ് ഇൻ ദ മോഡേൺ മെഡിസിൻ. അപ്പോൾ മോഡേൺ മെഡിസിനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ജേം തിയറിയാണ്. അപ്പോൾ ജേം തിയറി ഓഫ് ഡിസീസ് എന്താണ്, ബാക്ടീരിയൽ തിയറി ഓഫ് ഡിസീസ് ആണ്. Okay, so there is ongoing debate about whether Ayurvedic practitioners should be allowed to prescribe modern allopathic medicines. അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദിക് ഡോക്ടേഴ്സ്
നമ്മുടെ മോഡേൺ അലോപ്പതിക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാമോ? അപ്പൊ നമുക്ക് ആയുർവേദിക് ഡോക്ടേഴ്സുകളൊക്കെ മേ ബി നിങ്ങൾക്ക് കുറച്ച് ആന്റിബയോട്ടിക്സുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. സോ അത് ചെയ്തു കൊടുക്കാൻ അവർ ക്വാളിഫൈഡ് ആണോ എന്നുള്ള ചോദ്യമാണ് നൽകിയിട്ടുള്ളത്. But Rule 2 of Clause EE of Drugs and Cosmetics Rules of 1945. അപ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് ഓഫ് 1945 പറഞ്ഞൊരു കാര്യമുണ്ട്. ദാറ്റ് മീൻസ് ഡിഫൈൻ ഹു ഈസ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എലിജിബിൾ ടു പ്രിസ്ക്രൈബ് മോഡേൺ മെഡിസിൻ. അപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ ഏത് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിക്കോട്ടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് ഓഫ് 1945 പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയുഷ് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ BAMS കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഏത് മെഡിസിൻ വേണമെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസിൽ പറയുന്നുണ്ട്. സം സ്റ്റേറ്റ്സ് പെർമിറ്റ്സ് ആയുഷ് പ്രാക്ടീഷണേഴ്സ് limited rights to prescribe modern drugs leading to legal ambiguity. That means ചില സ്റ്റേറ്റുകളിൽ ഈ ആയുഷ് പ്രാക്ടീഷണേഴ്സ് പറഞ്ഞാൽ നമ്മളെ BAMS ആയുർവേദ ഡോക്ടേഴ്സിനൊക്കെയാണ് പറയുന്നത്. ആയുർവേദം മാത്രമല്ല മറ്റു കുറച്ച് അപ്പൊ യുനാനി സിദ്ധ ഔഷധമൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില സ്റ്റേറ്റുകൾ അവരെ പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്തിന്, മോഡേൺ ഡ്രഗ്സ് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രിസ്ക്രൈബ് ചെയ്യാം. അതായത് അലോപ്പതിക്കൽ ഡ്രഗ്സ് വേണമെങ്കിൽ ആയുർവേദം പഠിച്ചിരിക്കുന്ന ഡോക്ടർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. The Supreme Court Dr. Mukhtar Chand 1998 ruled Ayurvedic practitioners cannot prescribe allopathic medicine unless registered with a medical council, but states often make exemptions. അതായത് ഓൾറെഡി 1998 ഡോക്ടർ മുഖ്തിയാർ ചന്ദ് കേസിന്റെ അകത്ത് സുപ്രീം കോടതി വ്യക്തമായിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദിക് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ആയുർവേദിക് ഡോക്ടേഴ്സിന് അലോപ്പതിക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അവകാശമില്ല. മേ ബി ഇൻ കേസ് അവർ മെഡിക്കൽ കൗൺസിൽ അവർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം അവർക്ക് ഈ ഒരു അലോപ്പതിക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ചില സംസ്ഥാനങ്ങൾ പലപ്പോഴും ഈ ആയുർവേദ ഡോക്ടേഴ്സിന് അലോപ്പതിക് മെഡിസിൻസ് വേണമെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാമെന്നുള്ള എക്സംഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ പുറകിലുള്ള കോൺട്രവേഴ്സി എന്താണ്, കോൺട്രവേഴ്സി ആൻഡ് ലീഗൽ ആസ്പെക്ട്സുകൾ എന്താണ്? Mispresentation lawsuits have occurred where patients believed that they were treated by MBBS doctors but were treated by Ayurveda graduates instead. അതായത് മേ ബി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും പേഷ്യൻസ് കരുതുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് MBBS ഡോക്ടേഴ്സ് ആണെന്നുള്ളതാണ്. ബട്ട് പലപ്പോഴും അത് MBBS ഡോക്ടേഴ്സ് ആയിരിക്കില്ല, അവർ ആയുർവേദ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ദേ ആർ ആയുർവേദ ഗ്രാജുവേറ്റ്സ്. നിലവിൽ തന്നെ മെനി ഹോസ്പിറ്റൽസ് നൗ ഹയർ BAMS ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ റോൾസ് മീൻ ഫോർ MBBS ഡോക്ടേഴ്സ്. അതായത് MBBS ഡോക്ടേഴ്സ് വേണ്ട സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഹോസ്പിറ്റൽസിലും BAMS ഡിഗ്രി അതായത് ആയുർവേദ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഹോൾഡേഴ്സിനെയാണ് ഹയർ ചെയ്യാറുള്ളത്. എന്തിനാണ്? ലോവർ സാലറിയിൽ ആർക്ക് ലഭിക്കും? BAMS കഴിഞ്ഞിരിക്കുന്ന ആളുകളെ കിട്ടും. MBBS ഡോക്ടേഴ്സിന് പകരമായിട്ട് പല ഹോസ്പിറ്റൽസിലും ഇങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്. In 2020, the government allowed postgraduate Ayurvedic doctors to perform 58 type of surgeries. അതായത് 2020 നമ്മുടെ ഗവൺമെന്റ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു ആയുർവേദിക് ഡോക്ടേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ആയുർവേദിക് ഡോക്ടേഴ്സ് എന്ത് ചെയ്യാം, പറഞ്ഞിട്ടുള്ള ഏകദേശം 58ഓളം സർജറീസ് അവർക്ക് ചെയ്യാം. ഇറ്റ്സ് ലീഗലി സ്കോപ്പ് ആണ്. ദാറ്റ് മീൻസ് യൂസ് ഓഫ് അനസ്തീഷ്യ, ആന്റിബയോട്ടിക്സ് ആർ ബീങ് ചാലഞ്ചഡ് ഇൻ കോർട്ട്. അപ്പം ഈ ഒരു സർജറീസ്, കാരണം കുറച്ച് സർജറീസിന്റെ പേരുകൾ പറഞ്ഞിട്ടോ, മൈനർ സർജറീസ് ആണ്, 58 മൈനർ സർജറീസ് ആണ് അവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സർജറി ചെയ്യാമെന്നുള്ള കോർട്ടിലേക്ക് കേസ് പോയ സമയത്ത് കോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ അനസ്തീഷ്യ അതുപോലെ തന്നെ മറ്റ് ആന്റിബയോട്ടിക്സ് ഒക്കെ ആയുർവേദ ഡോക്ടേഴ്സ് എങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരുന്നു നമ്മളെ കോർട്ടിൽ ഇതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. The debate is influenced by political narratives about Hindu cultural pride and ancient scientific wisdom. അപ്പം ഇതിലൊരു ഡിബേറ്റ്സും അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസുകളൊക്കെ വന്നു. അപ്പോൾ കൂടുതലും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു കൾച്ചറൽ അല്ലെങ്കിൽ ഹിന്ദു കൾച്ചറാണല്ലോ ഈ ആയുർവേദം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണ്, ഗവൺമെന്റിന്റെ ഒരു നയമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അല്ലാതെ ആയുർവേദ ഡോക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല ആസ് ലൈക്ക് MBBS ഡോക്ടേഴ്സ്. സോ ഹിന്ദു കൾച്ചർ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ തന്ത്രങ്ങളാണെന്നാണ് ഓപ്പോസിറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ ഇതിന്റെ ഡിബേറ്റ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Political parties increasingly promise support for all medical system, not just evidence-based medicine. Plans are being made to cover Ayush treatment under Ayushman Bharat Insurance. അപ്പോൾ നമ്മുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ അണ്ടറിൽ ആയുഷ് ട്രീറ്റ്മെന്റുകളും നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ,
Around 20,000 crores is spent by government on Ayush research bodies, but with limited scientific breakthrough so far. അതായത് ഏകദേശം 20,000 കോടി ഗവൺമെന്റ് ഓൾറെഡി ആയുഷ് റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത്തരത്തിൽ ആ ചെലവഴിച്ച തുകക്ക് ആവശ്യമായിട്ടുള്ള റിസർച്ചോ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകളോ നമുക്ക് ആയുഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫീൽഡിൽ നിന്ന് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, വൈ ആന്റി ട്രസ്റ്റ് റെഗുലേഷൻസ് ആർ പെർട്ടിനന്റ്. അപ്പൊ എന്താണ് ആന്റി ട്രസ്റ്റ് റെഗുലേഷൻസ് പറയുന്നത്? അപ്പൊ ട്രസ്റ്റ് ഇല്ലായ്മ, വിശ്വാസമില്ലായ്മ എന്നുള്ള കാര്യമാണ്. അപ്പം GS Paper 2 Polity and Governance, GS Paper 3 Economy, Competition Law, Anti-Monopoly Measures, Startup Ecosystem, Digital Economy, Regulatory Bodies like CCI തുടങ്ങിയിരിക്കുന്നതാണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ GS Paper 2 and 3 Polity and Governance and Economy ആണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന സെർച്ച് എഞ്ചിൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, അവരുടെ അണ്ടറിലേക്ക് മാറ്റുകയാണ്. സെർച്ച് എഞ്ചിൻസ് ഇപ്പൊ എന്ത് കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഗൂഗിൾ ആണ്. അപ്പൊ ഒരു മോണോപ്പൊളി സൃഷ്ടിക്കുകയാണ്, ഞങ്ങൾ മാത്രം മതി എന്നുള്ള മോണോപ്പൊളി സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റാർട്ടപ്സുകൾക്ക് ഇന്ത്യയിൽ ത്രൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്ന ഒരു കാര്യം. ഓക്കെ, ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹിസ്റ്ററി നോക്കാം. ഷെർമാൻ ആക്ട് 1890, അതായത് USA ഷെർമാൻ ആക്ട് വർക്ക്സ് പ്രകാരം പറയുന്നത് was the world's first major antitrust law inspired by Senator John Sherman to stop monopoly over essential. അപ്പോൾ മോണോപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മാത്രമേ വിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സെർച്ച് എഞ്ചിൻ എൻ്റെ ഇതിൽ മാത്രമേ സെർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കാൻ പാടും. ഇതാണ് മോണോപ്പൊളി. അതായത് ഒരിക്കലും ഒരു കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കില്ല, ആ ഒരു സ്ഥലത്ത് ഞാൻ മാത്രമാണ് പ്രധാനി എന്ന് പറയുന്നതാണ് നമ്മുടെ മോണോപ്പൊളിന്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത്. This act becomes global model of antitrust laws including those developed in India. അപ്പം 1890 USA ആദ്യമായിട്ട് ഈ തരത്തിലുള്ള ഒരു ആന്റി ട്രസ്റ്റ് ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് മറ്റു രാജ്യങ്ങൾക്ക് ഇൻസ്പയർ ആവുകയും മറ്റു രാജ്യങ്ങൾ ഇതിന്റെ മോഡലുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഡിജിറ്റൽ എക്കണോമി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡിജിറ്റൽ, അതായത് ഡിജിറ്റൽ എക്കണോമി മീൻസ് നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻസ്, ഗെയിംസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇന്ത്യൻ ഡിജിറ്റൽ എക്കണോമി 11.74% ആണ് ഇന്ത്യൻ GDP-യിലേക്കുള്ള ഇന്ത്യൻ ഡിജിറ്റൽ എക്കണോമിയുടെ ഒരു കോൺട്രിബ്യൂഷൻ. 2022-23 കാലഘട്ടം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ GDP അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിലേക്ക് നമ്മുടെ ഡിജിറ്റൽ എക്കണോമി, ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, സെർച്ച് എഞ്ചിൻസ്, വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 11.74% ആണ്. ടെക്നോളജി സ്റ്റാർട്ടപ്പ് കാണുന്നുണ്ടെങ്കിലും 2014 ഏകദേശം 2000 സ്റ്റാർട്ടപ്പുകൾ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം 2023 ആയതോടുകൂടി 31,000 സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഏകദേശം 35 ട്രില്യൺ എക്കണോമി, ദാറ്റ് മീൻസ് വികസിത ഭാരത് 2047 ആകുന്നതോടുകൂടി തന്നെ ഡിജിറ്റൽ രംഗത്ത് മാത്രമായിട്ട് ഏകദേശം 35 ട്രില്യൺ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇനി ഈ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിനെതിരെയുള്ള അലിഗേഷൻസ് ആണ്. മോണോപ്പൊളി അലിഗേഷൻ അഗെയിൻസ്റ്റ് ഗൂഗിൾ. അപ്പൊ ഗൂഗിളിന്റെ മോണോപ്പൊളി എന്താണ്? ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ മാത്രം മതി, എന്റെ പ്രൊഡക്റ്റുകൾ മാത്രമേ ആളുകൾ വാങ്ങുള്ളൂ. അതാണ് മോണോപ്പൊളി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് മോണോപ്പൊളി അലിഗേഷൻ? A top Indian online gaming company approached Competition Commission of India. അപ്പൊ നമ്മൾ ഈ ഒരു മോണോപ്പൊളി അല്ലെങ്കിൽ ആന്റി ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് CCI, കോമ്പറ്റീറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഈ CCIനെ പറ്റിയിട്ട് നിങ്ങൾ പ്രിലിംസ് നോട്ടിൽ നിങ്ങൾ ന്യൂസ് ഓഫ് ദി ഡേ ആയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കംപ്ലൈന്റ് കൊടുത്തു. അതായത് ഇന്ത്യയിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് കമ്പനി ഗൂഗിളിനെതിരെ വാർണിംഗ് അബൌട്ട് ബിഗ് ടെക് മോണോപ്പൊളീസ് ഹേർട്ടിംഗ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ്. അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ടെക് ജയന്റുകൾ നമ്മളെ ഇന്ത്യൻ സ്റ്റാർട്ടപ്സുകളെ വളരാൻ സഹായിക്കുന്നില്ല. ഗൂഗിളിന്റെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ 95% ഓഫ് ഇന്ത്യൻ മൊബൈൽസ് അല്ലെങ്കിൽ ഇന്ത്യൻ മൊബൈൽ യൂസേഴ്സ് ആരാണ്? ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് അല്ലെ. അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? സോ എന്തായിരുന്നു ഗൂഗിളിനെതിരെയുള്ള അലിഗേഷൻസ് ആൻഡ് മോണോപ്പൊളി? അപ്പം ഗൂഗിൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ 95% ഇന്ത്യയുടെ മൊബൈൽ എന്താണ്? ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലേ. അപ്പൊ ആൻഡ്രോയിഡ് സിസ്റ്റം എവിടുത്തെ വരുന്നതാണ്? ഗൂഗിൾ ഓൺഡ് ആണ്. അതുപോലെ തന്നെ ഡോമിനേറ്റിംഗ് ഹൗ ഇന്ത്യൻസ് ഫൈൻഡ് ആപ്പ് സർവീസസ്. ദാറ്റ് മീൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ എവിടെ നിന്ന് എടുക്കാറുള്ളത്? ആൻഡ്രോയിഡ് മൊബൈലില്
പ്ലേ സ്റ്റോർ, കുഴപ്പമില്ല, പ്ലേ സ്റ്റോറിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സെർച്ച് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആണ്. അപ്പൊ മെജോറിറ്റി നമ്മൾ എൻ്റയർ കാര്യങ്ങൾ ഗൂഗിളുമായിട്ട് എന്താ ലിങ്ക് ചെയ്തിരിക്കണം. അപ്പൊ ഗൂഗിൾ ആണ് ഗൂഗിളിന്റെ മോണോപ്പൊളി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സ്റ്റാർട്ടപ്പ് സ്ട്രഗിൾ. അപ്പൊ എന്താണ് സ്റ്റാർട്ടപ്സിന് ഉണ്ടാകുന്ന സ്ട്രഗിൾ? മോസ്റ്റ് ന്യൂ ആപ്സ് ഓർ ബിസിനസ് കാൺട്ട് ഗെറ്റ് സീൻ ഓർ ഡൗൺലോഡഡ് വിത്തൗട്ട് യൂസിങ് ഗൂഗിൾ ചാനൽസ്. അതായത് ഗൂഗിൾ വഴി അല്ലാതെ നമുക്ക് പുതിയ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പുതിയ ആപ്സോ ഒന്നും നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഓൾറെഡി ഈ ബിഗ് ടെക് ആയിട്ടുള്ള ഗൂഗിൾ കംപ്ലീറ്റ്ലി നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗൂഗിൾ അതുപോലെ തന്നെ നമ്മൾ ഇൻ കേസ് ഞാൻ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു ഗൂഗിൾ വഴി എനിക്ക് അഡ്വർടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അവർ ചാർജ് ചെയ്യുന്ന കമ്മീഷൻ വളരെ വലുതാണ്. ഹൈ കമ്മീഷൻസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇൻ ആപ്പ് പർച്ചേസിന് അല്ലെങ്കിൽ പേയ്മെന്റ് ആയിക്കോട്ടെ, അവര് വളരെ വലിയ കമ്മീഷൻ പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പ് ഡെവലപ്പേഴ്സിന് ലഭിക്കുന്ന ചാർജുകളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ആസ്ക്ഡ് ഗൂഗിൾ ടു അലോ ഡെവലപ്പേഴ്സ് ടു യൂസ് ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പം CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു, ഗൂഗിളിനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഡെവലപ്പേഴ്സിന് അലോ ചെയ്യണം, മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ അലോ ചെയ്യണം, നിങ്ങളൊരു മോണോപ്പൊളി കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം, പേയ്മെന്റ് ഗേറ്റ്വേ, അതായത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിമിലർ ആയ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോർ അല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി വേണമെങ്കിൽ അവർക്ക് ഡൗൺലോഡ് ചെയ്യാം, അതുവഴി വേണമെങ്കിലും അവർക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങളുടെ പ്ലേ സ്റ്റോർ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വെക്കാൻ പാടില്ല എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ നടക്കുന്ന ഒരു കേസ് എന്തായിരുന്നു? അപ്പൊ എല്ലാവരും കേട്ട് പരിചയത്തിലുള്ള കാര്യമാണ് നമ്മളെ റമ്മി സർക്കിൾ. But the gaming company complained Google unfairly favored certain game types. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ റമ്മി സർക്കിളിന്റെ ഗെയിം അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് അഡ്വർടൈസ്മെന്റ് ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ റമ്മിയുടെ ഈ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും റമ്മി സർക്കിൾസിന്റെ ആ അഡ്വർടൈസ്മെന്റ് കാണാൻ സാധിക്കുന്നത് ഗൂഗിൾ അഡ്വർടൈസിംഗ് പോളിസിയുടെ കാരണം ഗൂഗിള് അൺഫെയർലി ഫേവർ ചെയ്യാണ് സെർട്ടൻ ഗെയിംസ്, ദാറ്റ് മീൻസ് ഡെയിലി ഫാന്റസി ഗെയിംസ്, അതുപോലെ തന്നെ റമ്മി, ദാറ്റ് മീൻസ് പേയ്മെന്റ് ഒക്കെ ലഭിക്കുന്ന ഡെയിലി ഫാന്റസി സ്പോർട്സ് ഗെയിം, റമ്മി ഗെയിംസ് ഒക്കെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് ഗൂഗിൾ പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റ് ഗെയിംസുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഗൂഗിൾ അനുവദിക്കുന്നില്ല. അതർ ഗെയിംസ് ഫോർമാറ്റ്സ് വർ ഷട്ട് ഔട്ട് ലിമിറ്റിംഗ് മാർക്കറ്റ് ആക്സസ് ഫോർ ഇന്ത്യൻ ഗെയിം ഡെവലപ്പേഴ്സ്. അതായത് മറ്റ് ആപ്ലിക്കേഷൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ നിൽക്കുന്നില്ല. ഗൂഗിൾ മെജോറിറ്റി ഈ ഒരു റമ്മി സർക്കിൾ പോലെയുള്ള മണി മേക്കിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ഗൂഗിൾ എൻജഡ് സിമിലർ പൈലറ്റ് പ്രോഗ്രാംസ് ഇൻ മെക്സിക്കോ, ബ്രസീൽ, ബട്ട് നോട്ട് ഇൻ ഇന്ത്യ. അപ്പൊ ഈ ബ്രസീലിലും മെക്സിക്കോയിലൊക്കെ ഗൂഗിളിന്റെ സെയിം കൈൻഡ് ഓഫ് ഒരു ആപ്ലിക്കേഷൻസ് അവർ ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ആ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു മോണോപ്പൊളിയെ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ആ ഒരു മോണോപ്പൊളി എതിർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ജോയിനിങ് ദ പൈലറ്റ്, ദ DFS ഓപ്പറേറ്റർ ഗെയിൻഡ് 55 മില്യൺ ന്യൂ യൂസേഴ്സ് ഇൻ എ സിംഗിൾ ഇയർ. അതായത് ഈ ഡെയിലി ഫാന്റസി സ്പോർട്സ് ഗെയിമിന്റെ ഓപ്പറേറ്റേഴ്സും അവർക്കൊക്കെ ഏകദേശം ഗൂഗിളിന്റെ ഈ ഒരു പോളിസി വന്ന സമയത്ത് ഗൂഗിൾ പറയുന്നു നിങ്ങൾ ഈ ടൈപ്പിലുള്ള ഗെയിംസുകൾ മാത്രമേ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ കണ്ടീഷൻ വന്ന സമയത്ത് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ 55 മില്യൺ പുതിയ യൂസേഴ്സിനാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അഡ്വർടൈസിംഗ് പോളിസി ഗൂഗിൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗൂഗിൾ ചേഞ്ച് ഇറ്റ്സ് ആഡ് റൂൾസ് ടു മെയിൻലി അലോ ആഡ്സ് ഫോർ DFS ആൻഡ് റമ്മി ഗെയിംസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ആരെ അലോ ചെയ്തിട്ടുള്ളത്? ഡെയിലി ഫാന്റസി സ്പോർട്സ് ആൻഡ് റമ്മി ഗെയിംസിന് മാത്രമാണ് ഗൂഗിൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സ്കിൽ ബേസ്ഡ് ഗെയിംസ് കുഡ് അഡ്വർടൈസ്. അതായത് മുന്നേ ആണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ അഡ്വർടൈസ് ചെയ്യായിരുന്നു, പക്ഷേ ഈ ഒരു സമയത്ത് സാധിക്കുന്നില്ല. സോ ദ എഫക്റ്റഡ് കമ്പനി സെഡ്, അതായത് നമ്മളെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന കമ്പനി പറഞ്ഞു 70% ഓഫ് ഇറ്റ്സ് ആപ്പ് ഡൗൺലോഡ്സ് കെയിം ഫ്രം ഗൂഗിൾ ആഡ്സ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന റമ്മി സർക്കിളൊക്കെ ഡൗൺലോഡ് ചെയ്തതിന്റെ 70% ഡൗൺലോഡ്സ് എവിടെ നിന്ന് വന്നതാണ്? ഗൂഗിൾ ആഡ്സ് വഴിയാണ് ഇതിന്റെ ഡൗൺലോഡ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നോർമലി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആരും സെർച്ച് ചെയ്തിട്ടല്ല ഡൗൺലോഡ് ചെയ്യുന്നത്. ബട്ട് ദിസ് സ്റ്റോപ്ഡ് ആഫ്റ്റർ ദ ന്യൂ പോളിസി. CCI has started investigating these issues as part of its drive for fair digital market. അപ്പൊ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ഫെയർ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റ് എക്കോസിസ്റ്റം വേണമെന്നുള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പം UPSC പോയിന്റ് ഓഫ് വ്യൂല് മോണോപ്പൊളീസ് ക്യാൻ ലോവർ പ്രൊഡക്റ്റ് ക്വാളിറ്റി, റെഡ്യൂസ് യൂസർ ചോയ്സസ്. ഇപ്പൊ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയും, കോമ്പറ്റീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയും, യൂസറിന്റെ ചോയ്സ് കുറയും. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിജിറ്റൽ എക്കണോമി ഗ്ലോബൽ പ്ലേയേഴ്സിന്റെ മുന്നിൽ എപ്പോഴും എന്താണ് കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥ വരും. ഇൻ ദ US ഇൻക്രീസിംഗ് മോണോപ്പൊളൈസേഷൻ വാസ് ഹെർട്ട് ന്യൂ ബിസിനസ് ഗ്രോത്ത് ആൻഡ് IPOs. അപ്പൊ US ഇൻക്രീസിംഗ് ആയിട്ടുള്ള മോണോപ്പൊളിയും
അവിടെയുള്ള ബിസിനസ് ഗ്രോത്തിനെ നല്ല രീതിയിൽ ഹാമ്പർ ചെയ്തിട്ടുണ്ട്. മോണോപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രം മതി എന്നുള്ള അധികാരം കേട്ടോ. ഇന്ത്യസ് ഡിജിറ്റൽ ഗ്രോത്ത് നീഡ്സ് ഓപ്പൺ ഫെയർ പ്ലാറ്റ്ഫോംസ് സോ ഓൾ സ്റ്റാർട്ടപ്സ്. അതായത് ഇന്ത്യയിൽ ഒരു ഫെയർ ആയിട്ടുള്ള എല്ലാവർക്കും ഒരേ രീതിയിൽ വന്നു നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്സുകൾ ആവശ്യമാണ്. നോട്ട് ജസ്റ്റ് ബിഗ് കമ്പനീസ് ക്യാൻ റീച്ച് കസ്റ്റമേഴ്സ് ആൻഡ് മേക്ക് മണി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ പ്രൊഡക്റ്റുകൾ ഇറക്കിയ സമയത്ത് ആ പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഫസ്റ്റ് ലിസ്റ്റിംഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് മാത്രമേ ലിസ്റ്റിംഗിൽ കാണിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ആമസോൺ ആണെങ്കിൽ പോലും മറ്റ് പ്ലാറ്റ്ഫോംസുകളെ അവർ പ്രൊമോട്ട് ചെയ്യാറില്ല. സോ അതും CCIനെതിരെയുള്ള ഒരു കംപ്ലൈന്റ് ആയിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ലെസൺ ഫ്രം ദ പാസ്റ്റ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റീസെന്റ് ആയിട്ട് തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഫോർ ദ ക്ലോസിംഗ് സെറമണി ഓഫ് ആനുവൽ ആദി തിരുവാതിരൈ ഫെസ്റ്റിവൽ. അപ്പൊ ആദി തിരുവാതിര ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി നമ്മുടെ ഗംഗൈകൊണ്ട ചോളപുരം, തമിഴ്നാട്ടിലെ ഒരു ഏരിയ ആണ്, അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, രാജരാജ ചോള അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ആദി തിരുവാതിര ഫെസ്റ്റിവല് തമിഴ്നാട്ടിൽ നടക്കാറുള്ളത്. ഓക്കെ, ദ ഫെസ്റ്റിവൽ ഓൾസോ സെലിബ്രേറ്റഡ്. അപ്പോൾ അതുമാത്രമല്ല, നരേന്ദ്രമോദി സന്ദർശിക്കുന്ന മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മുടെ ചോള ഡൈനാസ്റ്റിയുടെ മാരിടൈം എക്സ്പെഡിഷൻ, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്ക്, അതായത് ഇന്തോനേഷ്യ തുടങ്ങിയിരിക്കുന്ന കൺട്രീസിലൊക്കെ നമ്മുടെ ചോള വംശം തമിഴ്നാട്ടിൽ നിന്ന് യാത്ര തിരിച്ച് ചോള രാജാക്കന്മാരാണ് ആ ഒരു വഴിയുള്ള ട്രേഡ് റൂട്ടുകളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ 100 years ഓഫ് സെലിബ്രേഷൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആ ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളെ ചോള ഡൈനാസ്റ്റികൾ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനിലേക്ക് ഒരു മാരിടൈം എക്സ്പെഡിഷൻ, അതായത് കടൽ വഴി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ. അതുപോലെ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മ്യാൻമാർ ആ ഒരു കൺട്രീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോള ഡൈനാസ്റ്റി മോഡലുള്ള ടെമ്പിൾസുകൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ലെഗസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ വിസിറ്റ് ഹോണേഡ്, പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഹോണേഡ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് രാജേന്ദ്ര ചോള I and his father രാജരാജ ചോള, linking their maritime success and dynamic trade network with India's current ambitions in global trade and national sovereignty. That means നിലവിലുള്ള ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലേക്കുള്ള ട്രേഡിംഗ് ആയിക്കോട്ടെ, അതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജരാജ ചോള അതുപോലെ തന്നെ രാജേന്ദ്ര ചോള തുടങ്ങിയിരിക്കുന്ന ആളുകളുടെ ഒരു മാരിടൈം എക്സ്പെഡിഷൻ ആയിരുന്നു. Okay, Modi also emphasized how ancient India under the Cholas was enterprising. ചോള ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം പ്രോസ്പെറസ് ആയിട്ടുണ്ടായിരുന്നത്, സീ ഫെയറിംഗ് ഉണ്ടായിരുന്നു, പ്രോസ്പെറസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു മോഡേൺ ആൻഡ് കോൺഫിഡന്റ് ഇന്ത്യനെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചോള ഡൈനാസ്റ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇനി എന്തായിരുന്നു ചോള ഡൈനാസ്റ്റി? ചോള ഡൈനാസ്റ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു? നിലവിലുള്ള ഒരു ഇന്ത്യയിലേക്കുള്ള ചോള ഡൈനാസ്റ്റിയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു? ചോളാസ് ആർ renowned not only for grand temples but also for strong administrative system, innovative water management system. ചോള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ടാങ്കുകൾ, കനാലുകൾ, ചെക്ക് ഡാംസുകൾ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ വാട്ടർ കൺസർവേഷൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വില്ലേജ് കമ്മിറ്റി, റെഗുലർ മെയിൻ്റനൻസ്, ടാക്സ് ബേസ്ഡ് ഫണ്ടിങ്, അതായത് ഒരു വില്ലേജ് കമ്മിറ്റി ഉണ്ടായിരിക്കും റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസിനും അതുപോലെ തന്നെ ടാക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിങ് കണ്ടെത്തുക. അതായത് ടാക്സ് നൽകുന്നത്, നമ്മളിപ്പോൾ ടാക്സ് നൽകുന്ന പോലെ അവർ നാട്ടിലെ ആളുകൾ ടാക്സ് നൽകും. ഇത്തരത്തിലുള്ള ടാങ്കുകൾ, വാട്ടർ ടാങ്കുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ദീസ് പ്രാക്ടീസസ് എൻഷുർഡ് ഫ്ലഡ് കൺട്രോൾ ആൻഡ് വാട്ടർ സ്റ്റോറേജ് എസ്പെഷ്യലി ഇൻ കാവേരി ഡെൽറ്റ. കാവേരി ഡെൽറ്റയിലുള്ള ഫ്ലഡ് കൺട്രോളും അതുപോലെ തന്നെ വാട്ടർ സ്റ്റോറേജും ഈ ചോള ഡൈനാസ്റ്റിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ടാക്സ് ആൻഡ് റവന്യൂ കളക്ഷൻ. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ലാൻഡ് ആൻഡ് ഇറിഗേഷൻ ടാക്സസ്, അപ്പൊ ലാൻഡ് ടാക്സുകൾ, ഇറിഗേഷൻ ടാക്സുകൾ, വെള്ളം നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് നൽകണം. ദെൻ ഡെമോക്രസി അറ്റ് ഗ്രാസ് റൂട്ട്, ഏർലി ഫോംസ് ഓഫ് എലക്റ്റഡ് ലോക്കൽ വില്ലേജ് ബോഡീസ് ആൻഡ് സ്ട്രക്ചേർഡ് ലോക്കൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഏർലിയർ ഡെമോക്രാറ്റിക് സിസ്റ്റം കൊണ്ടുവന്നില്ല ചോള ഡൈനാസ്റ്റിയാണ്. എന്താ ഡെമോക്രാറ്റിക് സിസ്റ്റം? എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലേ. അപ്പൊ ലോക്കൽ വില്ലേജസിലാണെങ്കിൽ ലോക്കൽ വില്ലേജ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് എലക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഓക്കെ, നോർമലി വരുന്ന കണ്ടീഷൻ എലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ആ വില്ലേജിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത്. ആ കണ്ടിട്ടുള്ളത് നമ്മുടെ ചോള ഡൈനാസ്റ്റി ആയിരുന്നു. സോ എഞ്ചിനീയറിംഗ് ആൻഡ് റെസിലയൻസ് ഫോർ മോഡേൺ ഇന്ത്യ. ബൃഹദേശ്വര ടെമ്പിൾ, ഗംഗൈകൊണ്ട ചോളപുരത്ത് കാണുന്ന ബൃഹദേശ്വര ടെമ്പിൾ. ഓക്കെ, ബൃഹദേശ്വര ടെമ്പിൾ എക്സാമ്പിൾ ആണ്. ദാറ്റ് മീൻസ് ഒരുപാട് സെഞ്ചുറികളായി നമ്മൾ ആ ടെമ്പിൾ നിൽക്കുന്നു. ഒരുപാട് എർത്ത് കേസുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടാണെങ്കിൽ പോലും ആ ടെമ്പിൾ നിലവിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഡീപ് ഫൗണ്ടേഷൻസ്,
ഗ്രാവൽ ബേസ് ആൻഡ് അബ്സോർബിംഗ് സീസ്മിക് ഷോക്സുകൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇന്റർലോക്കിംഗ് ഗ്രാനൈറ്റ്സിനെ ഇന്റർലോക്ക് ചെയ്ത് മോർട്ടാറുകൾ, അതായത് ടാറുകളോ പെയിന്റുകളോ സിമെന്റുകളോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഹൈ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഉള്ളതാണ് നമ്മൾ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. Okay, these methods offer clues for modern Indian civil engineering, especially at the time when civic infrastructure failures like bridge collapses are frequent. അതായത് നിലവിൽ നമ്മളൊരു ബിൽഡിംഗ്, അതായത് നമ്മളെ പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ടാണെങ്കിൽ പിന്നെ ബൃഹദേശ്വര ടെമ്പിൾ പോലെ ടെമ്പിൾസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എർത്ത് കേക്സ് അതുപോലെ തന്നെ ഫ്ലഡുകൾ വന്നിട്ടാണെങ്കിലും ഒന്നും സംഭവിക്കാതെ അവിടെ നിൽക്കുന്നുണ്ട്. അത് നിലവിലുള്ള മോഡേൺ സിവിൽ എഞ്ചിനീയറിംഗിന് ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അവർക്കൊരു കോൺട്രിബ്യൂഷൻ ആണ്. Then water resource lessons എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? The Kaveri Delta regularly faces flood and water wastage. അപ്പോൾ കാവേരി എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ എപ്പോഴും ഒരു ഫ്ലഡ്, വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വാട്ടർ വേസ്റ്റേജ് നടക്കുന്ന ഏരിയയാണ്. Despite ancient Chola innovations is harnessing and storing water. Okay. Then governance issues. Despite the 73rd and 74th constitutional amendment enabling local democracy, Panchayat Raj municipalities, many local bodies still lack elected representatives, underlining persistent governance gap even after 30 years. The Chola example promotes re-examination of India's recent record in truly empowering local government. അതായത് നമ്മുടെ ഈ ലോക്കൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോക്കൽ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ എന്തായിരുന്നു അവിടെ ലോക്കൽ വില്ലേജസിലെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. നമ്മുടെ ലോക്കൽ പഞ്ചായത്തിൽ നമ്മൾ എലക്ട് ചെയ്യുന്ന ആളുകളെ പോലെ. സോ അത് തന്നെ കൊണ്ടുവന്നിട്ടുള്ള 73rd 74th നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് അത് വന്നിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സിസ്റ്റം അതിനൊക്കെ മുന്നേ നമ്മുടെ ചോള ഡൈനാസ്റ്റീസ് ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, symbolic announcement, Modi announced the status of Rajaraja Chola and Rajendra Chola to revive India's historical pride and inspire today's leaders to learn from their administrative skills and foresight. Okay, so Narendra Modi just ഒരു honoring നൽകിയതാണ്. Last and final article, Nisar satellite mounted on GSLV for launch tomorrow. GSLV 3 science and technology ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. So NASA and ISRO, okay, നാസയും ISROയും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളതാണ് നിസാർ സാറ്റലൈറ്റ്. നിസാർ സാറ്റലൈറ്റ് is set for launch in GSLV F-16 rocket from ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിൽ നിന്ന് 5:30 PM ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. GSLV ജിയോ സിങ്കർണസ് വെഹിക്കിളിൽ നിന്ന് F-16 റോക്കറ്റ് പ്രകാരമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നാസയും ISROയും ചേർത്തിട്ടുള്ള ഈ നിസാർ സാറ്റലൈറ്റ്. അപ്പോൾ UPSC ചോദിക്കുന്നത് നിസാർ സാറ്റലൈറ്റ് മെയ്ഡ് ബൈ ISRO ഓൺലി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അല്ല, നാസയും ISROയും ചേർത്തിട്ടാണ് നിസാർ സാറ്റലൈറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നിസാർ ഈസ് 2392 kg എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ടു ബി പ്ലേസ്ഡ് ഇൻ 743 കിലോമീറ്റർ സൺ സിങ്കർണസ്, അതായത് ഭൂമിയുടെ എർത്തിൽ നിന്ന് ഏകദേശം 743 കിലോമീറ്റർ അകലെയായിട്ട് സൺ സിങ്കർണസ് ഓർബിറ്റിലായിരിക്കും നമ്മുടെ നിസാർ സാറ്റലൈറ്റിനെ എന്താണ് പ്ലേസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് സാറ്റലൈറ്റ് വിത്ത് ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. അതായത് നിസാർ, അതിനകത്തുള്ള SAR പറഞ്ഞിട്ടുള്ളത് സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ആണ്, SAR, കമ്പൈനിങ് നാസാസ് L-band SR ആൻഡ് ISRO's S-band SR. അതായത് ഡ്യുവൽ ഫ്രീക്വൻസി ആയിട്ടുള്ള വേൾഡിലെ തന്നെ ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് ഡ്യുവൽ ഫ്രീക്വൻസി സാറ്റലൈറ്റ്. നമുക്ക് ഫ്രീക്വൻസി നോക്കാന്നുണ്ടെങ്കിൽ S-band ഫ്രീക്വൻസി, L-band ഫ്രീക്വൻസി ഒക്കെ ഉണ്ട്. അതിൽ നാസയുടെ L-band SAR-ഉം അതുപോലെ തന്നെ ISROയുടെ S-band SAR-ഉം സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ അടങ്ങിയിട്ടുള്ളതാണ്. ബോത്ത് യൂസിങ് a 12-meter unfurlable mesh antenna. അപ്പോൾ രണ്ട് ആന്റിനാസ് വെച്ചിട്ട് 2 ബാൻഡ് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ വേൾഡിലെ തന്നെ ആദ്യത്തെ സാറ്റലൈറ്റ് ആണ്. സോ ആ ഒരു സ്പെസിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് നിസാർ സാറ്റലൈറ്റ് മേ ബി പ്രിലിംസിനും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടാവും. ഓക്കെ, മിഷൻസിന്റെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 years ആണ്, വിത്ത് സ്ട്രെച്ച് ഓഫ് 242 കിലോമീറ്റർ ആൻഡ് ഹൈ സ്പേഷ്യൽ റിസൊല്യൂഷൻ യൂസിങ് CEEP-STAR ടെക്നോളജി ഫോർ ദ ഫസ്റ്റ് ടൈം. 5 വർഷമാണ് മിഷന്റെ ലൈഫ്. 5 വർഷം കൊണ്ട് വിൽ സ്കാൻ ദ എൻറ്റയർ ഗ്ലോബ് എവറി 12 days. ഓരോ 12 ദിവസം കൂടുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ഭൂമിയെ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. 12 ദിവസം കൊണ്ട് മൊത്തം ഭൂമിയെ ഒബ്സർവ് ചെയ്യും. പ്രൊവൈഡിങ് ഓൾ വെദർ ഡേ ആൻഡ് നൈറ്റ് ഡാറ്റ ഫോർ പ്രിസൈസ് ഡിറ്റക്ഷൻ ഓഫ് ഈവൻ സ്മോൾ ചേഞ്ചസ് ഓൺ എർത്ത് സർഫസ്. അതായത് ഭൂമിയുടെ പുറത്ത് എന്ത് ചെറിയ ചേഞ്ചസുകൾ ഉണ്ടെങ്കിൽ പോലും അത് കണ്ടെത്താൻ ഈ പറഞ്ഞ നിസാർ സാറ്റലൈറ്റ് സാധിക്കും. ബിക്കോസ് ഡ്യുവൽ ഫ്രീക്വൻസി SAR ആണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻസ് എവിടേക്കാണ്? ഡിറ്റക്ട്സ് ഗ്രൗണ്ട് ഡിഫോർമേഷൻ, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് കേക്ക്, ഐസ് ഷീറ്റ് മൂവ്മെന്റ്. അതായത് ഗ്രൗണ്ടിന്റെ ഡിഫോർമേഷൻസ്, നമ്മുടെ ലാൻഡ് ഡിഫോം ആവുന്നത് എങ്ങനെയാണ്, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലുകൾ, എർത്ത് കേക്കുകൾ, അതുപോലെ തന്നെ ഐസ് ഷീറ്റിന്റെ മൂവ്മെന്റ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഒബ്സർവ് വെജിറ്റേഷൻ ചേഞ്ചസ്,
വെജിറ്റേഷൻ ചേഞ്ചസ് മീൻസ് സീ ഐസ്, ഷോർ ലൈൻ എങ്ങനെ ചേഞ്ച് ആയിക്കുന്നു, തീരങ്ങൾ എങ്ങനെ ഇല്ലാതാവുന്നു, സോയിൽ മോയ്സ്ചർ കുറയുന്നുണ്ടോ, ട്രാക്ക് സർഫസ് വാട്ടർ റിസോഴ്സ്, സർഫസിലുള്ള വാട്ടർ റിസോഴ്സുകൾ എവിടേക്കാണ്, പ്രൊവൈഡ് ക്രിട്ടിക്കൽ സപ്പോർട്ട് ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസ് സച്ച് ആസ് ഫ്ലഡ്, സ്റ്റോം. ഓക്കെ, അപ്പോൾ ഫ്ലഡ്, സ്റ്റോം തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് എവിടെയൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഇത് കണ്ടെത്തുന്നതായിരിക്കും. Then enable ship detection and storm classification for maritime and environmental monitoring. Okay. സോ മിഷൻ ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫേസുകളായിട്ടാണ് മിഷൻ കൊടുക്കുന്നത്. ഒന്ന് ലോഞ്ച് ഫേസ്, ദെൻ ഡിപ്ലോയ്മെന്റ് ഫേസ്, ദെൻ സയൻസ് ഫേസ്. ഈ ലോഞ്ച് ഫേസ് നമ്മൾ ഓൾറെഡി ഇനി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ദ ഡിപ്ലോയ്മെന്റ് ഫേസ് എന്ന് പറയുന്നത് 12 മീറ്റർ റിഫ്ലക്ടർ ആന്റിന ഈസ് എക്സ്റ്റെൻഡഡ് 9 മീറ്റർ ഇൻ സ്പേസ് യൂസിങ് മൾട്ടി സ്റ്റേജ് ബൂം. ഡിപ്ലോയ്മെന്റ് സ്റ്റേജ് ആണ്. അപ്പോൾ അവിടെ ഡിപ്ലോയ് ചെയ്യുന്നു. 90 ഡേയ്സ് ആണ് ഇതിന്റെ കമ്മീഷനിങ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഫേസ് സയൻസ് ഫേസ് ആണ്. അതായത് അവിടെ ഡിപ്ലോയ് ചെയ്തതിനു ശേഷം ലോങ് ടേം ഗ്ലോബൽ ഒബ്സർവേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ 3 ഫേസുകൾ ഉണ്ടാവുമല്ലോ. ഒന്ന് ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു ഫേസ്, പിന്നെ അവിടെ ഡിപ്ലോയ് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് സയൻസ് ഫേസ് ആണ്. അത് എന്തിനാണോ നമ്മൾ വിട്ടിട്ടുള്ളത്, അത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വരുന്ന സയൻസ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾസിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്.